ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഭീകരർക്ക് തലപൊക്കാനുള്ള സമയമില്ല. കാരണം ഇവർക്ക് പ്രവർത്തിക്കാൻ ഫണ്ടില്ല. ഈ ഫണ്ട് കിട്ടാതെ ആയപ്പോൾ നമ്മുടെ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയുണ്ടല്ലോ, പക്ഷേ അത് പേര് മാറ്റി ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പേര് അൽ മുറാബിത്തുൻ എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാരതത്തിൻ്റെ സൈനിക നടപടിയിൽ തകർന്നിട്ടുള്ള ഇവരുടെ ആസ്ഥാനമൊക്കെ ഉണ്ടല്ലോ, അത് പുനർനിർമ്മിക്കണം. അതിന് ഫണ്ട് വേണം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, പേര് മാറ്റിയൊക്കെ ആൾമാറാട്ടം നടത്തുന്ന സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ ഭീകരർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത. അല്ല, അവർക്കതിൻ്റെ അങ്ങനത്തെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമില്ല. കാരണം ഈ നമ്മളുടെ ഒരു പരിഷ്കൃത ലോകത്തിൽ എങ്ങനെയാണ് ഭീകരവാദ പ്രവർത്തനം നടത്തേണ്ടത്, അതിനൊരു സംഘടിത സംവിധാനം വേണം. ആ സംവിധാനത്തിന് അവർ കുറച്ച് നാൾ മുമ്പ് നൽകിയ പേരാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന പേര്. അത് മാറ്റണം അവർ. മാറ്റം എന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അതിൻ്റെ ആസ്ഥാനം മിക്കവാറും തന്നെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ കാലത്ത് സമ്പൂർണ്ണമായി തകർന്നു. നമ്മളത് തകർത്തരിപ്പണമാക്കി. അങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഈ ആസ്ഥാന പ്രദേശം വീണ്ടും ഒരു ഭീകരവാദ പ്രദേശമാക്കി മാറ്റാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അത് പുനർനിർമ്മിക്കാൻ അവരാലോചിക്കുകയാണ്. പുനർനിർമ്മാണത്തിന് ഫണ്ട് വേണം. ഫണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങളായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളായിരിക്കും സഹായിക്കുക. അപ്പോൾ അവരോട് ഞങ്ങളുടെ ആസ്ഥാന മന്ദിരം തകർന്നു, അതുകൊണ്ട് പണം വേണം എന്ന് പറഞ്ഞ് ജെയ്ഷെ മുഹമ്മദ് മുന്നോട്ട് ചെന്നാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം അവർക്ക് നേടാൻ കഴിയുന്നത് പുതിയ ഒരു സംഘടനാ സംവിധാനം ലോഞ്ച് ചെയ്യുന്നതിലൂടെയാണ് എന്നവർ കരുതുന്നു. അങ്ങനെയാണ് ഈ പുതിയ സംഘടന, ആ പുതിയ സംഘടനയുടെ ഒരു അർത്ഥം നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കുന്നത് ഇസ്ലാം പോരാളികൾ എന്നാണ്, അല്ലെങ്കിൽ മുസ്ലിം പോരാളികൾ. അങ്ങനെ മുസ്ലിം പോരാളികളെന്ന് പറഞ്ഞ് വീണ്ടും സംഭാവനയ്ക്കല്ലേ കാണിച്ചു. ആ സംഭാവന അവർക്ക് ലഭ്യമാകുമെന്നും അവർക്ക് വീണ്ടും അവരുടെ താവളങ്ങൾ പുനർനിർമ്മിക്കാമെന്നും പുതിയ പേരിൽ പ്രവർത്തിക്കാമെന്നുമാണ് അവർ കണക്കാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കേരളത്തിൽ പോലും നമുക്ക് ഇതിൻ്റെ മിനിയേച്ചർ പതിപ്പുകൾ കാണാം. കാരണം ഇവിടെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ മറ്റ് ചില പേരുകളിൽ പ്രവർത്തിക്കാനായിട്ട് തയ്യാറായത് നമുക്കറിയാവുന്നൊരു കാര്യം. എല്ലായിടത്തും ഇങ്ങനെയാണ്. ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പേരിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ പുതിയ പേര് കണ്ടെത്തും, പക്ഷേ പ്രവർത്തനം പഴയത് തന്നെയായിരിക്കും. ഇതിൽ പറയുന്ന വേറൊരു കാര്യം പക്ഷേ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഉണ്ടല്ലോ, അവരും നടപടി ഇവർക്കെതിരെ ശക്തമാക്കിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്ന് കൂടി രക്ഷപ്പെടാം. അപ്പോൾ ഫണ്ട് കിട്ടാനും എല്ലാത്തിനും മൊത്തത്തിൽ പ്രശ്നമാവുമല്ലോ, അതുകൂടിയാണ് എന്ന് പറയുന്നത്. മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഈ ആസ്ഥാനം പുനർനിർമ്മിക്കുക മാത്രമല്ല ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അതിന് പകരം ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനുണ്ട് മസൂദ് അസറിൻ്റെ സഹോദരൻ യൂസഫ് അസർ തട്ടിപ്പോയി. ഈ തട്ടിപ്പോയ ഭീകരന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന സ്മാരകം, ആ സ്മാരകത്തിലും ഈ പറയുന്ന പോലെ അതിനു വേണ്ടിയും ഫണ്ട് വേണം. അപ്പം അതിന് വേണ്ടി കൂടി ഫണ്ട് ഉണ്ടാക്കാനാണ് ഈ ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുതിയ പേരിൽ അവരവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് അതിനുവേണ്ടി അവർ പണം സംഭരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് യൂസഫ് അസറിൻ്റെ സ്മാരക നിർമ്മാണത്തിനുള്ള പണമാണ് എന്നതാണ്. യൂസഫ് അസറിൻ്റെ സ്മാരക നിർമ്മാണത്തിനുള്ള പണം എന്ന് പറയുന്നത് പുതിയ ഭീകരവാദി പ്രവർത്തനത്തിനുള്ള ഒരു പണസമ്പാദനം കൂടിയാണ്. അപ്പോൾ ഒരു സ്മാരകം, അവരുടെ പോരാളി വിപ്ലവകാരി ധീരൻ, അയാളുടെ പേരിൽ ഒരു സ്മാരകം വരിക. അപ്പോൾ യൂസഫ് അസറിൻ്റെ പേരിലുള്ള ഒരു സ്മാരകമാണ് അവിടെ നിർമ്മിക്കപ്പെടുക. അതായിരിക്കും പുറത്തേക്ക് പ്രചരിപ്പിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ ആ സ്മാരകം എന്ന് പറയുന്നത് തീവ്രവാദി സംഘങ്ങളുടെ ഒരു കേന്ദ്രമായി മാറും. അതിൻ്റെ അടിസ്ഥാന മേഖലയായിട്ടും അതിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അണ്ടർഗ്രൗണ്ട് സംവിധാനങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് കൂടുതലായിട്ട് അവർ വികസിപ്പിച്ചെടുക്കാനായിട്ടുള്ള സാധ്യത. കാരണം വീണ്ടും അതിൻ്റെ മേൽഭാഗം അക്രമത്താൽ തകർക്കപ്പെടാനുള്ള സാധ്യത കണ്ടുകൊണ്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അപ്പോഴും വളരെ സുരക്ഷിതമായിട്ട് ബങ്കറിനകത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു സംവിധാനമായിരിക്കും ഇതിലവർ ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള പണശേഖരണത്തിനാണ് ഈ പുതിയ സംവിധാനം മുന്നോട്ട് വച്ചിരിക്കുന്നത്.
ഈ പണശേഖരണത്തിന് വേണ്ടിയിട്ട് അവര് ഒരു 25-ാം തീയതി, എനിക്ക് തോന്നുന്നു ഈ 25-ാം തീയതി യോഗമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ആളുകളെ റിക്രൂട്ട് ചെയ്യണമല്ലോ, പുതിയ സംഘടന ഉണ്ടാക്കി ഇപ്പോൾ കുറേ പേര് ഇല്ലാതെയായി. അപ്പോൾ അത് അവർക്ക് പ്രവർത്തിക്കാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുമൊക്കെ ഈ യൂസർ അസറിൻ്റെ അനുസ്മരണ ചടങ്ങിൽ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പെഷവാറിലെ മർക്കസ് ഷഹീദ് മസൂദാബാദിലാണ് ഈ യോഗം നടക്കുന്നത്. യോഗത്തിൽ സ്വാഭാവികമായിട്ടും ജെയ്ഷെ തന്നെ ആയതുകൊണ്ട് അവരുടെ മുതിർന്ന കമാൻഡർമാരും അംഗങ്ങളും ഒക്കെ പങ്കെടുക്കും എന്നുകൂടി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പറയുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ നിരോധനം നിലനിൽക്കുന്നതുകൊണ്ട് UPI അടക്കമുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ നടത്താനും കഴിയില്ല. അതുകൊണ്ട് ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ ഇടപെടുന്നത് കൊണ്ടാണ് അവർ വേറെ പേര് സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പഴയ അക്കൗണ്ട് വഴി പണം വായിക്കാനായിട്ട് കഴിയാത്ത സ്ഥിതി വരും, അല്ലെങ്കിൽ പണം ശേഖരിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഇങ്ങനെയാണ് നമ്മൾ ഇൻകം ടാക്സിനെ വെട്ടിക്കാൻ കേരളത്തിലും ഇന്ത്യയിലൊക്കെ എടുക്കുന്ന ഇടപാട് പോലെ ഒരു സ്ഥാപനം തുടങ്ങുന്നു, അതിന് പകരം ആ സ്ഥാപനം നിലനിർത്തി തന്നെ അതിൻ്റെ ഒരു സഹോദര സ്ഥാപനം തുടങ്ങുന്നു, പിന്നെ വേറെ തുടങ്ങുന്നു. പല സൈസ് സ്ഥാപനങ്ങൾ, പല സ്ഥാപനങ്ങളിലേക്കും പണങ്ങൾ വരുന്നത് പോലെ ഇവിടെ ഇവർക്ക് ഈ പുതിയ സംഘടനയുടെ പേരിലുള്ള അക്കൗണ്ടിൽ പണം വരുമ്പോൾ അതിനെ ഈ ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ അവരുടെ നോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പരിശോധനയിൽ നിന്ന് സംരക്ഷിതമായിട്ടുള്ളൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ സുരക്ഷിതമായിട്ട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്തിനാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യാം, ആരും അറിയില്ല, നമ്മൾ ചർച്ച ചെയ്യില്ല. കാരണം നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അതിനെ രഹസ്യ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ അവരുടെ ഉദ്ദേശം ഇത് പുറത്തറിയണം, പുതിയ രീതിയിൽ ഇത് പുനർനിർമ്മിക്കപ്പെടുന്നു എന്നതറിയണം. അങ്ങനെ അറിയുമ്പോൾ മാത്രമാണ് ഈ രഹസ്യ സംഘടനയ്ക്ക് അകത്ത് പ്രവർത്തിക്കാത്തതായിട്ടുള്ള ഇതിനോട് എന്നാൽ കൂറ് പുലർത്തുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ധനസഹായം നൽകാനായിട്ടുള്ള വഴിയൊരുക്കുകയും. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നു. ആ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് യൂസഫ് അസറിൻ്റെ സ്മാരക നിർമ്മിതിക്ക് വേണ്ടിയാണ്. വരുന്നതൊക്കെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർമാരും അതേപോലെ തന്നെ എൻ്റെ പോരാളികളൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ വളരെ സമഗ്രമായി ഒരു പൊതുയോഗം നടത്തി പൊതുവെ ലോകത്തെ എല്ലാവരും അറിയിക്കുകയാണ്, ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട്, പണം അയച്ചോളൂ എന്ന് പറയുന്നത്. ഈ ഇരട്ടത്താപ്പ് അതിൻ്റെ അകത്തുണ്ട്. ഒന്ന് രഹസ്യാത്മകമായിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം എന്നുള്ളത്, മറ്റൊന്ന് പരസ്യമായിട്ടുള്ളൊരു പ്രചാരണ പ്രവർത്തനം. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്നതാണ് ഈ പെഷവാറിലെ അടുത്ത ദിവസം നടക്കാൻ പോകുന്നതായിട്ടുള്ളതെന്ന് വെച്ചാൽ 25-ാം തീയതി നടക്കാൻ പോകുന്ന. ഇന്നിപ്പോൾ നമ്മൾ 22-ലിരുന്നാണ് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. 25-ന് ഈ വിഷയം കുറച്ചും കൂടി സമഗ്രമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞേക്കാം. എന്താണ് അതിൻ്റെ പുതിയ ഉദ്ദേശം, പുതിയ സംഘടനയിലെ ലക്ഷ്യം, അതിൻ്റെ സാധ്യതകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.